കർത്താവിൻ്റെ നാമത്തിന് മഹത്വം കരേറ്റുന്നു. അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം, ഈ പ്രഭാതം കർത്താവ് നമുക്ക് നൽകിയല്ലോ. ദൈവവചന പഠനത്തിനായിട്ട് നമ്മൾ ഇന്ന് രാവിലെ വീണ്ടും ഒരുമിച്ചായിരിക്കുന്നു. നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കണമേ എന്നുള്ള വർദ്ധിച്ച ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും ഇന്ന് രാവിലെ ദൈവസന്നിധി നമുക്ക് ആയിരിക്കുകയും ചെയ്യാം. മത്തായി സുവിശേഷം 20-ാം അധ്യായത്തിൽ നിന്നുള്ള കർത്താവ് പറഞ്ഞ ഉപമയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരെക്കുറിച്ചുള്ള ഉപമ. അതിൻ്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് മുഴുവൻ ഉപമയും. ആരംഭ ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിപ്പാനും പഠിപ്പാനും ഇടയായി. ഇന്ന് നമുക്ക് അവസാന ഭാഗത്തേക്ക് കടന്നു വരാം. ദൈവം അനുവദിച്ചാൽ ഇന്നത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടെ വായിക്കാം. മത്തായി സുവിശേഷം 20-ാം അധ്യായം 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. സന്ധ്യയായപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ തൻ്റെ വിചാരകനോട്, വേലക്കാരെ വിളിച്ച് പിൻപന്മാർ തുടങ്ങി മുൻപന്മാർ വരെ അവർക്ക് കൂലി കൊടുക്ക എന്ന് പറഞ്ഞു. അങ്ങനെ 11-ാം മണി നേരത്ത് വന്നവർ ചെന്ന് ഓരോ വെള്ളിക്കാശ് വാങ്ങി. മുൻപന്മാർ വന്നപ്പോൾ തങ്ങൾക്ക് അധികം കിട്ടും എന്ന് നിരൂപിച്ചു അവർക്കും ഓരോ വെള്ളിക്കാശ് കിട്ടി. അത് വാങ്ങിയിട്ട് അവർ വീട്ടുടയവൻ നേരെ പിറുപിറുത്തു. ഈ പിൻപന്മാർ 1 മണി നേരം മാത്രം വേല ചെയ്തിട്ടും നീ അവരെ പകലത്തെ ഭാരവും വെയിലും സഹിച്ച് ഞങ്ങളോട് സമമാക്കിയല്ലോ എന്ന് പറഞ്ഞു. അവരിൽ ഒരുത്തനോട് അവൻ ഉത്തരം പറഞ്ഞത്, സ്നേഹിത, ഞാൻ നിന്നോട് അന്യായം ചെയ്യുന്നില്ല. നീ എന്നോട് ഒരു പണം പറഞ്ഞൊത്തില്ലയോ? നിൻ്റേത് വാങ്ങിപ്പൊയ്ക്കൊള്ളുക. നിനക്ക് തന്നതുപോലെ ഈ പിൻപനും കൊടുപ്പാൻ എനിക്ക് മനസ്സുണ്ട്. എനിക്കുള്ളതിനെ കൊണ്ട് മനസ്സുപോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമില്ലയോ? ഞാൻ നല്ലവനാകൊണ്ട് നിന്റെ കണ്ണു കടിക്കുന്നുവോ? ഇങ്ങനെ പിൻപന്മാർ മുൻപന്മാരും മുൻപന്മാർ പിൻപന്മാരും ആകും. ആമേൻ. അനേക കാര്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ ഇതിൻ്റെ പശ്ചാത്തലമായി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു. ഇന്ന് രാവിലെ അതിൻ്റെ വേജസിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇതിൻ്റെ കൂലി, വേലയുടെ കൂലി വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന സമയത്ത് സംഭവിച്ച സംഭവവികാസങ്ങൾ കർത്താവ് തന്നെ വളരെ മനോഹരമായിട്ട് കർത്താവ് ഇത് പ്രതിപാദിച്ചിരിക്കുന്നു, പറഞ്ഞിരിക്കുന്നു. അത് ഡെഫിനറ്റായിട്ടും നമ്മുടെ ചിന്തയിൽ കൊണ്ടുവരാനും നമ്മളത് മനസ്സിലാക്കാനും ഇടയാകേണ്ടതിനായിരിക്കണം ഇങ്ങനെ തന്നെ അത് ചിത്രീകരിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മളിവിടെ കാണുന്നത് ഒരു വലിയ റിവേഴ്സൽ ഓഫ് ദി ഓർഡർ. നമ്മളിവിടെ കാണുക റിവേഴ്സൽ ഓഫ് ദി ഓർഡർ. വാസ്തവത്തിൽ ഒരു പ്രശ്നവും ഇല്ലാതെ കാര്യങ്ങളൊക്കെ പോവുകയായിരുന്നു. 6 മണിക്ക്, രാവിലെ 6 മണിക്ക് ജോലി ചെയ്യാനുള്ള ആളുകൾ വന്നു, 9-ന് വന്നു, 12-ന് വന്നു, 3 മണിക്ക് വന്നു, 5 മണിക്കും വന്നു. ആർക്കൊരു പ്രശ്നവും ഇല്ലായിരുന്നു. പ്രശ്നം തുടങ്ങിയത് എപ്പോഴാണ്? വൈകുന്നേരത്ത് ഈ കൂലി വിതരണം ചെയ്യുന്ന സമയത്താണ്. അപ്പം ഫോർമാനെ വിളിച്ചിട്ട് അവരുടെ പ്രധാന കാര്യക്കാരൻ, മേസ്തിരി എന്നോ ഫോർമാൻ എന്നോ ഒക്കെ പറഞ്ഞ അതിൻ്റെ ആശാനെ വിളിച്ചിട്ട് ഈ യജമാനൻ പറഞ്ഞു, നീ കൂലി വിതരണം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഡെഫിനറ്റായിട്ട് അവൻ എന്ത് ചെയ്തേനെ? രാവിലെ 6 മണിക്ക് വന്നവരെ ആദ്യം വിളിച്ചേനെ. ലൈൻ നിൽക്കാൻ പറയും. 6 മണി, 9 മണി, 12 മണി, 3 മണി, 5 മണി വന്നവർ അതനുസരിച്ച് ലൈൻ നിൽക്കാൻ പറയും. പക്ഷെ കർത്താവ് പറഞ്ഞത് വളരെ വ്യത്യസ്തമായിട്ടാണ്. 11-ാം മണി നേരത്ത് വന്നവർ തുടങ്ങി കൂലി കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഇതെന്തോ നമ്മളോട് പറയുന്നുണ്ടല്ലോ, അല്ലേ? എന്തോ നമുക്ക് നമ്മെ മനസ്സിലാക്കാനായിട്ടായിരിക്കാം കർത്താവ് ഇത് പറഞ്ഞ്. ശ്രദ്ധിക്കണേ. ഓർഡർ ഓഫ് പേയ്മെൻറ്റ് വാസ് വെരി വെരി അൺയൂഷ്വൽ. ഇവിടെ ഈ കൊടുക്കുന്ന, വിതരണം ചെയ്യുന്ന വിതരണത്തിൻ്റെ സമ്പ്രദായം, അവലംബിച്ച രീതി എന്ന് പറയുന്നത് വളരെ വളരെ വ്യത്യസ്തമായിരുന്നു. അവസാനം വന്നവർക്ക് ആദ്യം പേയ്മെൻറ്റ് കിട്ടുകയാണ്. അത് തന്നെയുമല്ല, ലൈറ്റ് കമേഴ്സ് ഇങ്ങോട്ട് മുന്നോട്ട് വന്നപ്പോൾ ആദ്യം 11 മണി നേരത്ത് എന്ന് പറഞ്ഞാൽ 5 മണിക്ക് വന്ന് ജോലി ആരംഭിച്ച, 6 മണിക്ക് ജോലി നിർത്തിയ, 1 മണിക്കൂർ 60 മിനിറ്റ് മാത്രം ജോലി ചെയ്ത, അത് തന്നെ വന്നിട്ട് പിന്നെ ആ ടൂൾസ് എല്ലാം ഒന്ന് രാഗിയെടുത്ത് മൂർച്ച കൂട്ടി, അല്ലേ?
അതെല്ലാം കഴിഞ്ഞ് തീരാൻ തുടങ്ങുമ്പോഴത്തേനും ഒരു 5 മിനിറ്റ് മുമ്പേ നിർത്തി ആ ടൂൾസൊക്കെ സഞ്ചിയിലൊക്കെ ഇട്ട് എത്ര സമയം കിട്ടിക്കാണും അവർക്ക് ജോലിക്ക്. അവർക്ക് ആദ്യം കൂലി കൊടുത്തു. അവർക്ക് കൂലി കൊടുത്തപ്പോൾ എത്ര കൊടുത്തു? 1 വെള്ളിക്കാശ്. 1 വെള്ളിക്കാശ്. ഞാൻ പറഞ്ഞത് ഓർക്കണം, നേരത്തെ പറഞ്ഞത് മനസ്സിലുണ്ടല്ലോ. 1 വെള്ളിക്കാശ് എന്ന് പറയുന്നത് ന്യായമായ ഒരു കൂലിയായിരുന്നു, വളരെ നല്ലൊരു കൂലിയായിരുന്നു. കാരണം അതൊരു റോമ പടയാളിക്ക് ഒരു ദിവസത്തെ ജോലിക്ക് കിട്ടുന്ന വേതനമായിരുന്നു 1 വെള്ളിക്കാശ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് 60 മിനിറ്റ് ജോലി ചെയ്ത ആളിന് കിട്ടിയത്. അത് കഴിഞ്ഞ് 3 മണിക്കും 12 മണിക്കും 9 മണിക്കും ഒക്കെ വന്നവർക്ക് കൂലി കൊടുത്തു. അപ്പം അവസാനത്തെ ലൈനിൽ നിൽക്കുന്നവർക്ക് പോയവരോടൊക്കെ എത്ര കിട്ടി എന്ന് ചോദിക്കും. നമ്മുടെ എല്ലാം മലയാളികളെ പോലെയാ അല്ലേ, എത്ര കിട്ടി? അപ്പം 1 വെള്ളിക്കാശ് കിട്ടി. ഓ മൈ ഗോഡ്. അപ്പം ബോണസ് ഉണ്ട് കേട്ടോ, ഇന്ന് തീർച്ചയായിട്ടും ബോണസ് ഉണ്ട്, ബോണസ് കിട്ടുമെന്നുള്ള താല്പര്യത്തോടെ ചിന്തയോടെ അവരെല്ലാം പോവുകയാണ്. അപ്പം കിട്ടിയപ്പം 6 o'clock റിക്രൂട്ട്സ് ചെന്നപ്പം അവരിത് പറഞ്ഞുകൊണ്ടാണ് ചെല്ലുന്നത്, ഞങ്ങൾക്ക് ഏതായാലും ആദ്യം മുതൽ രാവിലെ മുതൽ ഈ മുന്തിരിയെല്ലാം കൊലയെല്ലാം പറിച്ചും അല്ലെങ്കിൽ അടർത്തി എടുത്തും കൈയൊക്കെ നോക്കിക്കേ, ഈ മുന്തിരിയുടെ ചാറും എല്ലാം പറ്റി ആകെപ്പാടെ കറ പിടിച്ച്, it looks so dirty, right? We have been working right from 6 o'clock in the morning, and so definitely the master will honor us. The owner of the vineyard will honor us. അല്ലേ, ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ തീർച്ചയായിട്ടും ഞങ്ങളെ പ്രത്യേകമായിട്ട് പരിഗണിക്കും എന്നുള്ള താല്പര്യത്തോടെ ആഗ്രഹത്തോടെ അവർ പോവുകയാണ്. കാരണം ഞങ്ങളുടെ ബാക്കൊക്കെ ഏക്ക് ചെയ്യുന്നു, ഞങ്ങളുടെ അവർ ബാക്ക്സ് ഏക്കിങ്, അവർ ഹാൻഡ്സ് ആർ ഏക്കിങ്, ഞങ്ങളുടെ നടുവിന് വേദനയുണ്ട്, കൈകൾക്ക് വേദനയുണ്ട്, പേശികൾക്ക് വേദനയുണ്ട്, പകൽ മുഴുവൻ ഞങ്ങൾ നിന്ന് വർക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ അവർക്കും കിട്ടി, അവർക്കും കിട്ടി $1 അല്ല, ഒരു വെള്ളിക്കാശ് അല്ലേ, ഒറ്റ വെള്ളിക്കാശ്. അപ്പോൾ അവിടെ ഉണ്ടായ കൊമോഷൻ ഒന്ന് സങ്കല്പിക്കാമോ? അവിടെ ഉണ്ടായ ഒച്ചപ്പാടും ബഹളവും അല്ലെങ്കിൽ അവരുടെ പിറുപിറുപ്പും ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരു എംപ്ലോയറിന് ഇങ്ങനെ എങ്ങനെ ചെയ്യാൻ പറ്റും, എങ്ങനെ അനീതി കാണിക്കാൻ പറ്റും അല്ലേ? അതായിരിക്കാം അവർ ചോദിക്കുന്നത്. ഇങ്ങനെ ഞങ്ങളോട് അനീതി കാണിക്കുകയാണോ? അപ്പം ഇന്ന് ഇത് സംഭവിക്കുകയാണല്ലോ, വേജസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇന്നിങ്ങനെ നടത്തുകയാണല്ലോ. ട്രേഡ് യൂണിയൻകാർ ഇടപെടും. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? അവർലി വേജസ്. എൻ്റെ അഭിപ്രായം ഇങ്ങനെ ഇന്ന് തുടങ്ങുകയാണെങ്കിൽ പിന്നെ 5 മണിക്കേ എല്ലാവരും ജോലിക്ക് വരത്തുള്ളൂ. ഏതായാലും വ്യത്യാസമൊന്നുമില്ല. രാവിലെ കയറിയാലും ഒരു കൂലി, വൈകുന്നേരത്ത് 1 മണിക്കൂർ മാത്രം വന്ന് ജോലി ചെയ്താലും ഒരു കൂലി. പിന്നെ എന്തിനാ വെറുതെ വന്ന് വെയിൽ സഹിക്കുന്നത്? ഈ പകൽ മുഴുവൻ നിന്ന് കഷ്ടപ്പെട്ട് വേല ചെയ്യുന്ന എന്തിനെന്ന് പറഞ്ഞുകൊണ്ട് മിടുക്കന്മാരൊക്കെ ഇപ്പോഴേ വരത്തുള്ളൂ, 5 മണിക്കേ വരത്തുള്ളൂ. പക്ഷേ വേറൊരു ആംഗിളിൽ നമുക്കിതിനെ കാണണം. അതുകൊണ്ടാണ് ഇത് ഞാൻ ഇത്രയും വിവരിച്ച് പറയാൻ ശ്രമിക്കുന്നത്. മറ്റൊരു പെർസ്പെക്റ്റീവ്, മറ്റൊരു കാഴ്ചപ്പാടോടെ ഇതിനെ കാണുവാൻ നമുക്ക് കഴിയണം. ഈ അവർക്ക് കിട്ടിയ വേതനത്തെക്കുറിച്ച്, വേജസിനെ കുറിച്ച് നന്ദി കാണിക്കാതെ അവർ കംപ്ലൈൻറ്റ് പറയാൻ തുടങ്ങിയ, അവർ പിറുപിറുക്കാൻ തുടങ്ങിയ. അതാ നമ്മളിവിടെ നോക്കേണ്ടത്. എന്തുകൊണ്ടാണ് അവർക്ക് പിറുപിറുക്കാൻ അവകാശമില്ല എന്ന് നാം പറയുന്നത്? അല്ലെങ്കിൽ കർത്താവ് പറയുന്നതിന്, കർത്താവിൻ്റെ ആ വാക്കുകളൊക്കെ എത്ര വ്യക്തമായിട്ടാണ്, വളരെ ക്ലിയറായിട്ട്, സുവിദിതമായിട്ട് കർത്താവ് അതെല്ലാം പറയുക. ഏർലി റിക്രൂട്ട്സിന് അവരുടെ പ്രിവിലേജ് എന്തായിരുന്നെന്നറിയാമോ? ഏർലി റിക്രൂട്ട്സ് 6 മണിക്ക് ജോലിക്ക് വന്നവരുടെ പ്രിവിലേജസ്. പകൽ മുഴുവൻ വേല ചെയ്യാനൊത്തൊന്നുള്ളതല്ല പ്രിവിലേജ്. വേല ഡെഫിനറ്റ്ലി ചെയ്തു. പക്ഷേ ഈ 5 മണിക്കും 3 മണിക്കും 12 മണിക്കും ഒക്കെ വിളിച്ച് ആക്കിയവരെക്കാൾ വളരെ ഭാഗ്യമുള്ളവരായിരുന്നു, അല്ലെങ്കിൽ പ്രിവിലേജ്ഡ് ആയിരുന്നു. കാരണം എന്താ? അവർക്കൊരു ജോലി കിട്ടി ആരംഭത്തിൽ തന്നെ.
ഒരു ജോലി കിട്ടി. രാവിലെ ലേബർ മണ്ടിയിൽ വന്നപ്പോൾ, ലേബർ ചന്തയിൽ മാർക്കറ്റിൽ വന്ന് നിന്നപ്പം തന്നെ ഇതാ ഒരു യജമാനൻ അവരെ ജോലിക്ക് വിളിച്ചുകൊണ്ട് പോവുകയാ. പിന്നെ അവർക്ക് പകൽ മുഴുവൻ ഒരു worryയുമില്ല, ഒരു ചിന്താകുലവും ഇല്ല. ഇന്നെങ്ങനെ വീട്ടിൽ അടുപ്പിൽ തീ പുകയുമെന്നോ, കാത്തിരിക്കുന്ന കുടുംബം, കുഞ്ഞുങ്ങൾ, അവർക്ക് ആഹാരം എങ്ങനെ വാങ്ങുമെന്നോ ഉള്ള യാതൊരു ചിന്താഭാരവും അവർക്ക് ഇല്ല. അപ്പം they are worry free. They are of course working but worry free. മറ്റൊരു അവര് രാവിലെ വന്ന്, ഇമാജിൻ, അവരും രാവിലെ വന്നതാ. അവരിടയ്ക്ക് പിന്നെ ലേറ്റ് വന്നതുകൊണ്ടല്ല അവരെ 12 മണിക്കും 3 മണിക്കും 5 മണിക്കും വിളിച്ചത്. അവരും രാവിലെ തൊട്ട് വന്ന് നിൽക്കുകയാ. ഒരുപക്ഷെ 5:30 മണിക്ക് വന്ന് കാണും. 6 മണിയുടെ ജോലി തൊട്ട് ജോലി തുടങ്ങാനായിട്ട് സഞ്ചിയിൽ ആയുധങ്ങളും ഉപകരണങ്ങളും ഒക്കെ ആയിട്ട് അവരിങ്ങനെ തൂക്കി പിടിച്ച് നിൽക്കുകയാണ്. ആരും വിളിച്ചില്ല, ആരും വിളിക്കാനില്ലായിരുന്നു. ഈ തോട്ടത്തിന്റെ ഉടമസ്ഥൻ ചെന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന എന്തുവാ, മെനക്കെട്ട് നിൽക്കുന്ന എന്തുവാ? ഞങ്ങളെ ആരും വിളിക്കാനില്ലായിരുന്നു, ആരും വിളിച്ചില്ല, അതുകൊണ്ടാ. എന്നാ പിന്നെ വീട്ടിൽ പോകാമല്ലേ? 6 മണിക്ക് വന്നവർക്ക് ഈ വൈകിട്ട് 5 വരെ നിൽക്കേണ്ട കാര്യമുണ്ടോ? അതാ നമ്മൾ ചിന്തിക്കേണ്ടത്. അവരുടെ ഉള്ളിൽ ഒരു തീയുണ്ട്, ഇല്ലാത്ത ഭാരമുണ്ട്. എന്താ ഭാരം? ഇന്നെനിക്കൊരു ജോലി കിട്ടിയില്ലെങ്കിൽ, അതിൻ്റെ കൂലി എനിക്ക് ലഭിച്ചില്ലെങ്കിൽ എനിക്ക് ആഹാരം വാങ്ങുവാൻ നിവൃത്തിയില്ല. എൻ്റെ ഭാര്യയും മക്കളും എൻ്റെ കുടുംബത്തിലുള്ളവർ പട്ടിണിയാകും. അതുകൊണ്ട് നിന്നേ മതിയാകുള്ളൂ. കാത്തു നിൽക്കുക. അപ്പോൾ അവരുടെ കാത്തിരിപ്പിൻ്റെ സമയത്തെ ടെൻഷൻ ഒന്ന് സങ്കല്പിക്കാമോ? പകലിൽ രാവിലെ തൊട്ട് അധ്വാനിച്ചവരുടെ അധ്വാനത്തെക്കാൾ ഭയങ്കരമാണ് ആ ലേബർ ചന്തയിൽ കാത്തു നിന്നവരുടെ മനസ്സിൻ്റെ ഭാരം. സ്തോത്രം. അപ്പൊ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ എല്ലാം പലപ്പോഴും അറിഞ്ഞും അറിയാതെയും നമ്മൾ വി ജോയിൻഡ് ഏർലിയർ എന്ന് പറയാറുണ്ടല്ലേ. നേരത്തെ പണ്ട് കാലം മുതൽ, പുരാതന കാലം, പഴയ കൂറ്റുകാർ എന്നൊക്കെ പറയാറില്ലേ. പുത്തൻ കൂറ്റുകാരോട് അവജ്ഞ, പഴയ കൂറ്റുകാർ എന്ന് പറയാറുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ പുരാതന കുടുംബക്കാരെന്നൊക്കെ പറയുന്ന പോലെ ചർച്ചകളിലും അതുണ്ട്. പണ്ട് മുതൽ അധ്വാനിച്ച, പ്രയാസപ്പെട്ട, കർത്താവിന് വേണ്ടി ജീവിച്ച എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മൾ ഓവർലുക്ക് ചെയ്യുക. കൃപ ലഭിച്ചല്ലോ, എനിക്ക് ഈ കുടുംബത്തിൽ അംഗമാകുവാൻ, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ അംഗമാകുവാൻ ഏർലി ഓൺ എനിക്ക് കൃപ ലഭിച്ചല്ലോ എന്ന് ഓർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റുന്നതിന് പകരം നമ്മൾ പലപ്പോഴും മറ്റുള്ളവർക്ക് ദൈവം നൽകുന്ന നന്മയെ ഓർത്ത് നമ്മൾ പ്രയാസപ്പെടുന്നവരാ. സാക്രിഫൈസസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്ലെസ്സിങ്സും കിട്ടിയിട്ടുണ്ട്. എഗ്രി ചെയ്യുമോ? നമ്മൾ ത്യാഗങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പം എന്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്? അനുഗ്രഹങ്ങളും കിട്ടിയിട്ടുണ്ട്. ഞാനും ചിലപ്പം പലപ്പോഴും കർത്താവിനോട് പറഞ്ഞൊക്കെ നോക്കിയിട്ടുള്ളതാ, പക്ഷെ ഒന്നും ഫലിച്ചില്ല. ഞാൻ ചെറുപ്പത്തിലിറങ്ങി, എൻ്റെ ചെറുപ്രായത്തിൽ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ഇറങ്ങി, നോർത്ത് ഇന്ത്യയിൽ പോയി കഷ്ടപ്പെട്ടു. കർത്താവേ, ഇതൊക്കെ പറഞ്ഞു നോക്കി മാനിപ്പുലേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും കർത്താവിനെ, അല്ലേ? ഒന്നും ഫലിക്കത്തില്ല. എത്ര പ്രിവിലേജസ് അതിൻ്റെ കൂടെ കിട്ടി. നമ്മളെപ്പോഴും നമ്മൾ ചെയ്തതാ ഓർക്കുന്നത്, പക്ഷെ കർത്താവ് അതിനോട് ഒരുമിച്ച് നമുക്ക് നൽകിയ നന്മകൾ, അനുഗ്രഹങ്ങൾ പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു പോവുകയാണ്. എത്ര ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ബാല്യത്തിലെ നുകം ചുമക്കുന്നത് ഒരുവന് നല്ലത്. ഒരു നുകം ചുമക്കാൻ ബാല്യത്തിലെ ഒത്താൽ അത് തന്നെ എന്തൊരു പ്രിവിലേജ് ആണെന്നറിയാവോ? എൻ്റെ അടുക്കൽ വരുവീൻ, എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാ. അപ്പൊ ഈ കർത്താവിനോട് ചേർന്ന് ആ നുകം ചുമന്നിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു പ്രിവിലേജ് ആയിരുന്നെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോവുകയാണ്. ഇവിടെ ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ഈ പാരബിളിൽ കൂടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്,
The Lord is, our master is more than just. ന്യായമായത് മാത്രമല്ല അവൻ ചെയ്യുന്നത്, ന്യായമായത് ഡെഫിനറ്റ്ലി ചെയ്യും. എന്നാൽ അതിനേക്കാൾ ജനറസ് ആയിട്ട് നൽകുന്നവനാണ് നമ്മുടെ കർത്താവ്. Our God is someone who not only deals with us justly but also so lavishly. അതുകൊണ്ടാ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ എന്ത് ചെയ്യണം? ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കുക അത്രേ വേണ്ടത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് കുറവുണ്ടെന്ന് തോന്നിയാൽ നമുക്ക് പറഞ്ഞിട്ടുള്ള എന്താണെന്നറിയാമോ? ഭത്സിക്കാതെ നൽകുന്ന ഒരുവനേ ഉള്ളൂ, എല്ലാവർക്കും കൊടുക്കുന്ന ഒരുവനേ ഉള്ളൂ, ഔദാര്യത്തോടെ കൊടുക്കുന്ന ഒരുവനേ ഉള്ളൂ. അപ്പൊ നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവ് എന്ന് തോന്നുന്നു എങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി നൽകുന്ന ദൈവത്തോട് യാചിക്കുക അത്രേ വേണ്ടത്. സ്തോത്രം. ഇവിടെ ഈ യജമാനൻ ജോലിക്കായി വന്നവർക്കെല്ലാം ഒരു ഈക്വൽ ട്രീറ്റ്മെന്റ് ഡെഫിനറ്റ്ലി കൊടുക്കുന്നുണ്ട്. ആ ഈക്വൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് അൺജസ്റ്റ് ആണോ, അനീതിയാണോ? നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന അനീതിയാണ് അല്ലേ? ആർക്കും ഒരു പെരിഫറൽ റീഡിങ്ങിൽ നമ്മൾ പുറമേ വായിച്ചു നോക്കിയാൽ അങ്ങനെ തന്നെ തോന്നിപ്പോകും. കർത്താവ് ഇവിടെ നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, കർത്താവിന് എല്ലാവരും പ്രിയപ്പെട്ടവരാ. നമുക്കിഷ്ടമുണ്ടെങ്കിലും ഇല്ലേലും. ആദ്യം വന്നവരും പ്രിയപ്പെട്ടവരാ, ഇടയിൽ വന്നവരും അവസാനം വന്നവരും എല്ലാം കർത്താവിന് പ്രിയപ്പെട്ടവരാ. ഈവൻ ലേറ്റ് കമേഴ്സ് ആർ ഡിയർ ടു ഗോഡ്. ചർച്ചിൽ ലേറ്റായിട്ട് വരുന്നവരുടെ കാര്യമല്ല പറയുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നത് ചർച്ചിൽ ആദ്യം വരുന്നവരോട് തന്നെയാണ് കർത്താവിന്. സോറി, എൻ്റെ ഇന്റർപ്രിട്ടേഷനാണ്. പക്ഷേ ഈവൻ ലേറ്റ് കമേഴ്സ് ആർ ഡിയർ ടു ഗോഡ്. നമുക്കത് അംഗീകരിക്കാൻ ഒരുപക്ഷെ ചിലപ്പം പ്രയാസമുണ്ടായേക്കാം അല്ലേ? ദൈവത്തിൻ്റെ ആശ്വാസങ്ങളും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉള്ളതാണ്. അതിനകത്ത് ഞാൻ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ദൈവരാജ്യത്തിൽ ഞാൻ മാത്രമല്ല, കേരളക്കാർ മാത്രമല്ല, അമേരിക്കയിലുള്ളവരും മാത്രമല്ല, സർവ വർണ്ണവർഗ വ്യത്യാസം കൂടാതെ ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്ന ദൈവമാണ്. ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും അവൻ മഴ വർഷിപ്പിക്കുന്ന ദൈവമാണ്. ഈ ദൈവത്തിൻ്റെ നന്മ തിരിച്ചറിയാൻ നമുക്ക് പലപ്പോഴും കഴിയാതെ പോവുകയാണ്. നമ്മൾ നമ്മുടെ കൊച്ച് ആ കൂട്ടിനകത്ത്, ആ ബോക്സിനകത്ത് ദൈവത്തെ അങ്ങ് ഒതുക്കി നിർത്താൻ ശ്രമിക്കുന്നവരാ. പക്ഷെ ദൈവം അങ്ങനെയല്ല. അതാ കർത്താവ് ഇതിൽ കൂടെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളെല്ലാവരും അവന് പ്രിയരാ. അപ്പം വേജസിൻ്റെ അടിസ്ഥാനത്തിലല്ല വാസ്തവത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തെ നമ്മൾ തീരുമാനിക്കേണ്ടത്. രാവിലെ വന്നവർക്ക് ഒരു വെള്ളിക്കാശ് കൊടുത്തു, ന്യായമായ കൂലി, നല്ല ഒരു കൂലിയ, ആർക്കും കംപ്ലൈന്റ് പറയാനില്ലാത്ത കൂലി തന്നെയാണ് അവർക്ക് കൊടുത്തത്. എന്നാൽ അവസാനം വന്നവർക്ക് യജമാനൻ അതേ കൂലി കൊടുത്തു. Not because of their merit, not because of the quality of their work, not asking how many quintals of, how many kilograms of grapes did you collect. ഇതുവല്ലം ചോദിച്ചല്ല, അല്ല. യജമാനൻ കാണിക്കുന്ന വലിയ മഹാമനസ്കത, ഔദാര്യ സ്വഭാവം ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം കഴിയണം. കർത്താവിൻ്റെ വേലയിൽ, അവൻ്റെ ശുശ്രൂഷയിൽ പാസ്റ്റേഴ്സിനെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, ഫുൾ ടൈം മിനിസ്റ്റേഴ്സിനെ കുറിച്ച് മാത്രമല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓർഡൈൻഡ് മിനിസ്റ്റേഴ്സിനെ കുറിച്ച് മാത്രമല്ല, എല്ലാ രീതിയിലും
കർത്താവിൻ്റെ വേലയിൽ ഭാഗഭാക്കുകളാകുന്നവരെല്ലാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. വി ഡോണ്ട് വർക്ക് അണ്ടർ എ കോൺട്രാക്ട്. നമ്മൾ ഒരു കോൺട്രാക്റ്റിലല്ല വർക്ക് ചെയ്യുന്നത് ഈ കർത്താവുമായിട്ട്. ഞാൻ പറഞ്ഞ ദൈവരാജ്യത്തിലെ നമ്മളെ വർക്കിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇവിടെ നമ്മളൊരു കോൺട്രാക്റ്റിലല്ല വർക്ക് ചെയ്യുന്നത്. കോൺട്രാക്റ്റിലാണ്, ഒരു കൂലിയുടെ അടിസ്ഥാനത്തിലാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് തെറ്റിപ്പോവുകയാണ്, അല്ലേ? ഇന്നതൊക്കെ വളരെ തെറ്റിപ്പോയിരിക്കുന്ന, ക്രമങ്ങളെല്ലാം തെറ്റിപ്പോയിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു കോൺട്രാക്റ്റായിട്ടാണ് കാണുന്നത്. ഒരു പാസ്റ്ററെ റിക്രൂട്ട് ചെയ്യണമെങ്കിൽ ആദ്യമേ പാസ്റ്റർ ചോദിക്കുന്നത് എന്തായിരിക്കും? ഞാൻ തന്നെ നിന്ന് എനിക്കെതിരായിട്ട് പറയുകയാണോ? വാട്ട് വിൽ ബി ദ പേയ്മെന്റ്, അല്ലേ? എന്തായിരിക്കും എനിക്കുള്ള വേതനത്തിന്റെ വ്യവസ്ഥയൊക്കെ എന്നതായിരിക്കും എന്നായിരിക്കും ചോദിക്കുന്നത്. ഐ തിങ്ക് വി ഗോ റോങ് there. വി ഗോ ടോട്ടലി റോങ്. ഇതൊരു കോൺട്രാക്റ്റ് അല്ല, വേതനത്തിന്റെ വ്യവസ്ഥയിലും അല്ല ചെയ്യുന്നത്. കൂലിക്കാരന് വേലയുടെ കൂലിക്ക് യോഗ്യനാ. അത് ദാറ്റ് ഈസ് എ ഡിഫറെന്റ് തിങ്, ടോട്ടലി എ ഡിഫറെന്റ് തിങ്. ബട്ട് വി ഡോണ്ട് വർക്ക് ഫോർ ദാറ്റ്. അത് പാസ്റ്റേഴ്സ് മാത്രമല്ല, ഏത് ശുശ്രൂഷയും ചെയ്യുന്നവർ, ഏത് ശുശ്രൂഷയിലും ആയിരിക്കുന്നവർ, ദൈവരാജ്യത്തിൽ ഏത് ശുശ്രൂഷയും ചെയ്യുന്നവർ, ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല ഒരു കോൺട്രാക്റ്റ് ബേസിസിൽ ജോലി ചെയ്യുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നില്ല. അപ്പം നമ്മൾ എന്തോ ചെയ്താലും കർത്താവ് ആഗ്രഹിക്കുന്നത് എന്തുവാ? കർത്താവിൻ്റെ മറുപടി, അല്ലെ യജമാനൻ്റെ മറുപടി. യജമാനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കർത്താവാണ്, അല്ലെ കർത്താവിനെ റെപ്രസെൻ്റ് ചെയ്താണല്ലോ ഈ യജമാനൻ അവിടെ ആയിരിക്കുന്നത്. സോ ദ സ്പിരിറ്റ് ഇൻ വിച്ച് ദ വർക്ക് ഈസ് ഡൺ, ഏത് ആത്മാവിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്? കേൾക്കുന്നുണ്ടോ എന്നെ? ഏത് ആത്മാവിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്? അതാ കർത്താവ് നോക്കുന്നത്, ദ സ്പിരിറ്റ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്ന എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. എത്ര പേർക്ക് പറ്റുന്നുണ്ട്? എന്ത് ചെയ്താലും പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. കർത്താവിൻ്റെ വേലയ്ക്ക് ഒരു ചുമല് കൊടുക്കാൻ ഒരു അവസരം കിട്ടിയാൽ എന്തൊരു ഭാഗ്യം, സ്തോത്രം എന്നോർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എത്ര പേര് ഈ വേല ചെയ്യും, എത്ര പേര് ശുശ്രൂഷ ചെയ്യും, എത്ര പേര് നിരവധിയായ അനവധിയായ ശുശ്രൂഷകൾ നമുക്കുണ്ടല്ലോ. നമ്മുടെ സഭയിൽ മാത്രമല്ല, ദൈവരാജ്യത്തിലുണ്ട്. അതെല്ലാം ചെയ്യും. എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. നമ്മുടെ മനസ്സിലത് വെച്ചേക്കണമേ. പെട്ടെന്ന് പറഞ്ഞ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ഒരു കാര്യം വളരെ വ്യക്തമാണ്. What everyone receives will be fair without any question. ഈ യജമാനന്റെ ജോലിയിലായിട്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഇറ്റ് വിൽ ബി ഫെയർ, അല്ലേ? ഇസ്രായേൽ മക്കളോട് കർത്താവ് ചോദിച്ചു, നിങ്ങളെ ഞാൻ മരുഭൂമിയിൽ കൂടെ നടത്തിയപ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും കാല് നീര് വെച്ച് വീർത്തോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുകൾ വന്നോ? വിതയ്ക്കാത്ത ദേശത്ത് ഞാൻ നിങ്ങളെ കൊണ്ട് നടന്നതാ, അല്ലെങ്കിൽ കൊയ്ത്തില്ലാത്ത സ്ഥാനത്ത് ഞാൻ നിങ്ങളെ ഇങ്ങനെ കൊണ്ട് നടന്നതാണ്. നിങ്ങൾക്ക് എന്തിൻ്റെയെങ്കിലും കുറവ് വന്നോ? പിറുപിറുക്കുന്ന ഇസ്രായേലിനോട് ദൈവം ചോദിക്കുക. നമ്മളിൽ ഒത്തിരി പിറുപിറുക്കുന്ന ആളുകളുണ്ടാകാം. അവരോട് കർത്താവ് ചോദിക്കുക, നിങ്ങൾക്ക് എന്തിൻ്റെയും കുറവ് വന്നോ? He's more than fair. He's more than fair. കർത്താവ് അതാ ഇവിടെ ചോദിക്കുന്ന. യജമാനൻ ചോദിക്കുക, സ്നേഹിത, നമ്മൾ തമ്മിൽ ഒരു തുക പറഞ്ഞ് ഒത്തതല്ല. നിന്റെ ഈ പിറുപിറുപ്പിന് എന്തെങ്കിലും ഒരു ഗ്രൗണ്ട് ഉണ്ടോ? ഹലോ, നീ പിറുപിറുക്കാനായിട്ട് എന്തെങ്കിലും അതിനൊരു അടിസ്ഥാനമുണ്ടോ? കാരണം രാവിലെ തന്നെ നമ്മൾ തമ്മിൽ ഒരു തുക
പറഞ്ഞൊത്തതാ. ആദ്യം വിളിച്ചവരോടാ പ്രത്യേകമായിട്ട് തുക പറഞ്ഞ്, 1 വെള്ളിക്കാശ് തരാം. മറ്റുള്ളവരോട് പറഞ്ഞ് ന്യായമായിട്ട് തരാമെന്നേ പറഞ്ഞുള്ളൂ. അവർക്കും എല്ലാം ഓരോ വെള്ളിക്കാശ് കൊടുത്തു. അപ്പം എഗ്രി ചെയ്തതാ. അവൻ്റെ ഡീലിങ്സ് എല്ലാം ന്യായമുള്ളതാ. ദൈവത്തിൽ അന്യായം കണ്ടെത്തുവാൻ നമുക്ക് കഴിയില്ല. ഇയ്യോബ് ഒരുപാട് ശ്രമിച്ചു നോക്കി ദൈവത്തിൽ അന്യായം കണ്ടെത്താൻ പറ്റുമോന്ന്, അല്ലേ? ഒരുപാട് കഷ്ടങ്ങളിൽ കൂടെ, വേദനകളിൽ കൂടെ, നഷ്ടങ്ങളിൽ കൂടെയൊക്കെ പോയി. മക്കളൊക്കെ ഇല്ലാതെയായി, സമ്പത്താതി തനിക്കുണ്ടായിരുന്ന സമ്പത്തുകളെല്ലാം ഒലിച്ചു പോകുന്നത് പോലെ തൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് നഷ്ടപ്പെട്ടു. തൻ്റെ ആരോഗ്യം തന്നെ ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ വിങ്ങുന്ന പരുക്കൾ നിറഞ്ഞ് ചാരത്തിലിരുന്ന് ചുരണ്ടിക്കൊണ്ടിരിക്കുന്ന ഇയ്യോബിനും ദൈവത്തിൽ ഭോഷത്വം ആരോപിക്കുവാൻ കഴിഞ്ഞില്ല. അവസാനം പറഞ്ഞ്, ഞാൻ അറിയാതെ എൻ്റെ വായ കൊണ്ട് പറഞ്ഞുപോയി, എൻ്റെ കൈ കൊണ്ട് എൻ്റെ വായെ പൊത്തിക്കൊള്ളുന്നു. നീ സംസാരിക്കണമേ, ഞാൻ കേൾക്കും. നമുക്ക് പലപ്പോഴും ദൈവത്തിൻ്റെ ഡീലിങ്സ് ഭോഷത്വമാണെന്ന് തോന്നും, അല്ലേ? ന്യായമില്ലാതെ എന്നെ വേദനിപ്പിക്കുന്ന ദൈവം, കഷ്ടങ്ങളിൽ കൂടെ കടത്തിവിടുന്ന ദൈവം, എനിക്ക് വേണ്ടത് തരാത്ത ദൈവം, മറ്റുള്ളവർക്കെല്ലാം വാരിക്കോടി കൊടുക്കുന്ന ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇന്ന് രാവിലെ? ഇത്രയും കഷ്ടത്തിലൂടെ, പ്രയാസത്തിലൂടെ യജമാൻ എന്നിട്ട് ചോദിക്കുക, ഈസ് ഇറ്റ് നോട്ട് ലോഫുൾ ഫോർ മീ ടു ഡു വാട്ട് ഐ വിഷ് വിത്ത് മൈ ഓൺ തിങ്സ്? എനിക്കുള്ളത് കൊണ്ട് എൻ്റെ മനസ്സുപോലെ കൊടുക്കാൻ എനിക്ക് അധികാരമില്ലേ? എൻ്റെ സഹോദരനെ അനുഗ്രഹിക്കുന്ന കാണുമ്പോൾ എനിക്ക് കുശുമ്പ, സഹിക്കാൻ പറ്റുന്നില്ല. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ പാടാറുണ്ട്. പക്ഷെ ആ നന്മയെല്ലാം എന്നിലേക്ക് ഒഴുകണമേ എന്ന പ്രാർത്ഥന. അറിയാതെ ഉള്ളതിൻ്റെ ആഗ്രഹം. എന്നെ കടന്ന് ഈ അനുഗ്രഹം അടുത്ത ആളിലേക്ക് പോകുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വേദന. ഹലോ, ആരും താഴേക്കൊന്നും നോക്കണ്ട, എന്നെ തന്നെ നോക്ക്. സ്തോത്രം. മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നത് കാണുമ്പോൾ യജമാനൻ ചോദിച്ച ചോദ്യം മനസ്സിൽ വരണം. എനിക്കുള്ളത് കൊണ്ട് മനസ്സുപോലെ ചെയ്യാൻ എനിക്ക്, ഭൂമി അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും എല്ലാം യഹോവയ്ക്കുള്ളതാ. നമ്മോട് അവൻ അന്യായം കാണിക്കുകയെന്നുള്ളതാണ് നമ്മുടെ ധൈര്യം. ഹല്ലേലൂയ. എനിക്കത് മതിയോ? എന്നോട് അവൻ അന്യായം കാണിക്കുകയില്ല. എൻ്റെ സഹോദരനെയും സഹോദരിയും അനുഗ്രഹിക്കുവാൻ അവന് പദ്ധതി ഉണ്ടെങ്കിൽ അതിന് സന്തോഷിക്കാൻ പറ്റുമോ? നമുക്ക് സന്തോഷിക്കാൻ പറ്റുമോ? കർത്താവിന് മഹത്വം കരയറ്റുവാൻ പറ്റുമോ? കർത്താവേ, ഞാൻ മനസ്സിലാക്കാത്ത പല കാര്യങ്ങൾ ഈ സഹോദരൻ കടന്നുപോയതാ. അവൻ 5 മണിക്കാ ജോലിക്ക് വന്ന് ഞാൻ അത് മാത്രമേ ഓർത്തുള്ളൂ. പക്ഷെ പകൽ മുഴുവൻ അവൻ അനുഭവിച്ച മനസ്സിന്റെ വേദന ഞാൻ കണ്ടില്ലായിരുന്നു. അതുകൊണ്ട് നീ കരുണയോടെ അവനോടും വർത്തിച്ചല്ലോ എന്നോർത്ത് സ്തോത്രം ചെയ്യുന്നതിന് പകരം എന്നോട് ന്യായമായിട്ട് ഇടപെട്ട കർത്താവിന് കുറ്റം പറയാനാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എനിക്കുള്ളത് കൊണ്ട് മനസ്സുപോലെ ചെയ്യുവാൻ എനിക്ക് അധികാരമില്ലയോ? കർത്താവ് ചോദിക്കുന്ന ഒരു കാര്യം വളരെ ചിലപ്പോൾ നമുക്ക് അത്ഭുതം തോന്നും, അല്ല എനിക്ക് സമയം കടന്നു പോകുന്നു, ഇന്ന് അത് അവസാനിപ്പിക്കും. ഈസ് യുവർ ഐ ഈവിൾ ബിക്കോസ് ഐ എം ഗുഡ്? മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ നിനക്ക് തന്നതുപോലെ അവനും കൊടുത്തത് കൊണ്ട് നിന്റെ കണ്ണ് കടിക്കുന്നു എന്ന്. കണ്ണ് കടിക്കുന്ന ഒരുപാട് പേരുണ്ടായേക്കാം. സ്തോത്രം. മറ്റുള്ളവരുടെ അനുഗ്രഹം കണ്ട് കണ്ണ് കടിക്കാൻ ഇടയാകരുത്. മറ്റുള്ളവരുടെ അനുഗ്രഹത്തിൽ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാൻ ഉള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കണം. ആ കൃപയില്ലെങ്കിൽ അത് ചോദിച്ച് മേടിക്കണം. ഹല്ലേലൂയ.
കർത്താവിനോട് അത് ചോദിച്ച് വാങ്ങണം. എന്തുവാ? മറ്റുള്ളവരുടെ അനുഗ്രഹത്തെ സന്തോഷിപ്പാനായിട്ട്. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. We all receive more than what we deserve. നമുക്ക് അർഹതപ്പെട്ടതിനേക്കാൾ എത്രയോ ഉപരിയാണ് നമ്മളെല്ലാം പ്രാപിച്ചത്. അങ്ങനെ പറയാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട്? ഒന്ന് കൈ ഉയർത്തി സ്തോത്രം ചെയ്തേ. എനിക്ക് അർഹതപ്പെട്ടതിനേക്കാൾ എത്ര മടങ്ങ്, എത്ര അധികം ഞാൻ പ്രാപിച്ചു. ഞാൻ കർത്താവിൻ്റെ വേലക്കാരനാകാൻ തീരുമാനമൊന്നും എടുത്തതല്ല, ആഗ്രഹിച്ചതല്ല. ഞാൻ സെക്കുലർ സ്റ്റഡീസിന് പോകാനായിട്ടൊക്കെ താല്പര്യപ്പെട്ട് ഒരുങ്ങുകയായിരുന്നു. ഇപ്പോഴാണ് വളരെ ഡെഫിനറ്റായിട്ട് കർത്താവിൻ്റെ വിളി, കർത്താവിൻ്റെ വേലയ്ക്കായിട്ടുണ്ടായത്. ഞാൻ പലപ്പോഴായിട്ട് സാക്ഷ്യത്തിൻ്റെ ഭാഗങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പലരും എന്നെ കുറ്റപ്പെടുത്തി, ഇതിന് പോകരുത്, വീടിനെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒക്കെ പറയാനുണ്ട് ഇടയായി. എന്നാൽ കർത്താവിൻ്റെ വേലയ്ക്ക് ചെറുപ്രായത്തിൽ ഇറങ്ങാൻ കർത്താവ് കൃപ തന്നു. ആ പ്രിവിലേജ് കർത്താവ് തന്നു. ഞാൻ പറഞ്ഞു വന്നത്, ദൈവം ഒരിക്കലും അന്യായം കാണിച്ചിട്ടില്ല. ഒരിക്കലും അന്യായം കാണിച്ചിട്ടില്ല. ചിന്തിക്കാത്ത രീതികളിൽ, പ്രതീക്ഷിക്കാത്ത വഴികളിൽ. ഞാനന്ന് BA ഒക്കെ പഠിക്കാനായിട്ട് ഇങ്ങനെ പോകാൻ ആപ്ലിക്കേഷനൊക്കെ വാങ്ങി പഠിച്ച്, ഒരുപക്ഷെ ഞാൻ പഠിച്ചു മിടുക്കനായിരുന്നെങ്കിൽ ഒരു ക്ലർക്കായിട്ടോ ഒരധ്യാപകനായിട്ടോ എവിടെയെങ്കിലും ഒരു ലിമിറ്റഡ് സ്ഫിയറിൽ ആകുമായിരുന്നു, വളരെ ലിമിറ്റഡ് സ്ഫിയറിൽ. എന്നാൽ കർത്താവ് എന്നെ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് കൊണ്ടുവന്നു. അവൻ നടത്തിയ വിധങ്ങൾ എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ വലിയ ലോകപ്രസിദ്ധനൊന്നും അല്ല, നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ഇവിടെയുള്ള ഒരു കൊച്ചു സഭയുടെ പാസ്റ്ററാ. എനിക്ക് സന്തോഷമേ ഉള്ളൂ, ഒരു സങ്കടവും ഇല്ല. കർത്താവിനെ ആക്കി വയ്ക്കുന്നിടത്ത് ഞാൻ സന്തോഷിക്കുക. ഒരു കാര്യം എനിക്ക് ധൈര്യമുണ്ട്, കർത്താവ് എന്നോട് അന്യായം കാണിച്ചിട്ടില്ല ഇതുവരെ. നാം അവിശ്വസ്തരായാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ചോദിക്കുക, ആർ യു എൻവിയസ് ബിക്കോസ് ഐ ആം ജനറസ്? ഞാൻ നന്മയുള്ളവനായതുകൊണ്ട് നിങ്ങൾക്ക് അസൂയാണോ? നിങ്ങളുടെ കണ്ണ് കടിക്കുകയാണോ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പക്കല് ധാരാളം കൃപയുണ്ടല്ലോ. അത് ധാരാളം പ്രാപിച്ചവരാ നമ്മളെല്ലാവരും എന്ന് ഞാൻ വിശ്വസിക്കുക. സ്തോത്രം. പുകഴാനായിട്ടൊന്നുമില്ല. നേരത്തെ വന്നവർക്കുമില്ല, താമസിച്ചു വന്നവർക്കുമില്ല. ആകെ പുകഴാനുള്ളത് അവൻ്റെ കൃപയിൽ മാത്രമാണ്. കൃപയാലെ രക്ഷപ്പെട്ട പാപിയായ ഞാനിതാ എന്നുള്ളൊരു പാട്ട് നമ്മൾ പാടാറുണ്ടല്ലേ. രക്ഷിക്കപ്പെട്ടെങ്കിൽ അത് കൃപയാല, കർത്താവിൻ്റെ വേലയിലായെങ്കിൽ അത് കൃപയാല. നമ്മൾ നിൽക്കുന്നതെല്ലാം കൃപയാല. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, അവരെല്ലാവരെക്കാളും അധികം ഞാൻ അധ്വാനിച്ചു, ഒരുപാട് ഓടി, പല കാര്യങ്ങൾ ചെയ്തു, പക്ഷെ ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവത്തിൻ്റെ കൃപ മാത്രമാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒറ്റ കാര്യത്തിൽ നമുക്ക് ഉറയ്ക്കാം, കർത്താവ് അന്യായം കാണിക്കുകയില്ല. എന്നോട് അന്യായം കാണിക്കുകയില്ല, നിങ്ങൾ ആരോടും കർത്താവ് അന്യായം കാണിക്കുകയില്ല, കാണിച്ചിട്ടില്ല. സ്തോത്രം, 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 സ്തോത്രം ചെയ്യാൻ കർത്താവിന്. ഹല്ലേലൂയ. അവന്റെ പക്കൽ ധാരാളം കൃപയുണ്ട്. അവന്റെ കൃപ ഇന്നും തീർന്നു പോയിട്ടില്ല കേട്ടോ. ഇന്നും അവന്റെ കൃപ തീർന്നു പോയിട്ടില്ല. അവന്റെ കൃപ ധാരാളമായിട്ട് ഒഴുകുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക്. ഹല്ലേലൂയ. ചാനൽ ഒന്ന് ക്ലിയർ ചെയ്ത് നമ്മൾ ജീവിച്ചാൽ മതി. ദൈവത്തിന് സ്തോത്രം. വേണ്ടതെല്ലാം നൽകാൻ അവൻ വിശ്വസ്തനാണ്. ഒരു കുറവുമില്ലാതെ നൽകുവാൻ അവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. സൂര്യനെ നൽകുന്ന മഴയെ വർഷിപ്പിക്കുന്ന ദൈവം നമുക്ക് വേണ്ടതെല്ലാം, ആത്മീകമായത്, ഭൗതികമായത്, ശാരീരികമായത്, കുടുംബപരമായത്, കുഞ്ഞുങ്ങളെ സംബന്ധിച്ചുള്ളതെല്ലാം നൽകുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസം ഉണ്ടെന്ന് സ്തോത്രം ചെയ്യാം.
കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Plenteous grace with thee is found, grace to cover all my sin. Let the healing streams abound, make and keep me pure within. Thou of life, the fountain art, freely let me take of thee. Spring thou up within my heart, rise to all eternity. Plenteous grace with thee is found. ആ കൃപയിൽ ആശ്രയിക്കാം. നമുക്ക് അല്പനിമിഷങ്ങൾ നമുക്ക് കർത്താവിനെ ഒന്ന് ആരാധിക്കാം. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കാം. എന്നാൽ അതിന് മുമ്പായിട്ട് ദൈവവചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ താഴ്ത്തിക്കൊണ്ട്, കർത്താവിൽ നമുക്ക് അനീതി അക്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അവൻ എന്നോട് നീതി കാണിച്ച ദൈവമാണ്. മോർ ദാൻ ഫെയർ ആയിട്ടുള്ളത് എനിക്ക് നൽകിയ ദൈവമാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും അനുഭവമാണത്. കർത്താവ് കാണിച്ച നന്മകളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധനയ്ക്കായിട്ട് നമ്മെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. നമുക്ക് ആരാധനയിലേക്ക്. Hallelujah. Hallelujah.